ഈ ഓണത്തിന് കണ്ടുവരുന്നൊരു പുതിയ ടൈപ്പ് കളിയാണ് ഗ്ലാസും വടിയും. ഗ്ലാസ് കോർത്തിട്ട് അപ്പുറത്തെ ആള് കൊടുക്കുക, അതൊക്കെ പാസ് ചെയ്യുന്ന ഒരു ഗെയിം. ഈ ഓണത്തിന് ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ഗെയിമാണ്. അടുത്ത് വന്നിട്ട് നെക്സ്റ്റ് വളരെ രസകരമായ ഒരു ഗെയിമാണ്. ബാക്കിലേക്ക് നൂലില് പേന കെട്ടിയിട്ട് അതൊരു കുപ്പിയിലേക്ക് കടത്തിയിടുന്നൊരു ഗെയിം. ഈ ഓണത്തിന് വളരെയധികം ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ്. കുപ്പിക്കുള്ളിലേക്ക് പേന കടത്താൻ. അടുത്തത് വളരെ രസകരമായ ഗ്ലാസ് വോക്ക്. ഈ ഓണത്തിന് എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു ഗെയിമാണ് ഗ്ലാസ് വോക്ക്. വളരെ രസകരമായ ഒരു ഗെയിമാണ്. കണ്ണ് പൊത്തിയിട്ട് ഒരു ഗ്ലാസ് നിരത്തി വെച്ചിട്ടുണ്ടാവും, അതിനെ കാലപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വെച്ചിട്ട് നടക്കുക. വളരെയധികം രസകരമായ ഒരു ഗെയിമാണ്. ഈ വർഷത്തെ എല്ലായിടങ്ങളിലും ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലരും അതിന് വളരെ രസകരമായ സ്റ്റെപ്പുകളൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇന്നൊരു വളരെ സാവധാനം വെച്ചുകൊണ്ട് എന്തോ ഗോഷ്ടി കാണിക്കുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത്. ഈ ഗെയിമില് ഈ വർഷം ഓണത്തിന് ഈ ചേച്ചിയാണ് ഈ ഗെയിം തൂക്കിയതാണ് എല്ലാ സോഷ്യൽ മീഡിയയിലും കാണുന്നത്. ഗ്ലാസ് വലതുവശത്തിരിക്കുന്നു, ചേച്ചി ഇടത്താട്ട് എങ്ങോട്ടോ പോകുന്നു. വളരെ രസകരമായൊരു ഗെയിം. അതുപോലെ ഈ ചേട്ടനും ഈ ഗെയിമിനെ വളരെയധികം രസകരമാക്കിയിരിക്കുകയാണ്. അങ്ങനെ പുലിക്കളിക്ക് സ്റ്റെപ്പ് ഇടുന്ന പോലെയാണ് സ്റ്റെപ്പ് ഇട്ട് നടക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ ഈ വർഷം ഈ ഗെയിമില് വിജയിച്ചിരിക്കുന്നത് ഈ ചേട്ടനാണ്. മനോഹരമായിട്ടാണ് ആള് അതിനിടയിലൂടെ കാല് വെച്ച് സിമ്പിളായിട്ട് വരുന്നത്. ഈ വർഷത്തെ വിജയമായിട്ട് ഈ ചേട്ടനെയാണ് സോഷ്യൽ മീഡിയ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ മനോഹരമായ മറ്റൊരു ഗെയിം കുട്ടിക്ക് പാല് കൊടുക്കല്. വൈഫ് ഹസ്ബൻഡ് തമ്മില് കുപ്പിയില് വെള്ളം കുടിപ്പിക്കലാണ് മത്സരം. ഫസ്റ്റ് ആദ്യം ആര് കുടിച്ച് തീർക്കുന്നു അയാള് വിന്നാവുന്നു. ഒരു വെറൈറ്റി മത്സരം. ഈ ഓണത്തിന് പുതുതായി കണ്ടുപിടിച്ചാന്ന് തോന്നുന്നു. ഒരു വെറൈറ്റി മത്സരം തന്നെ. ഓണത്തിന് വളരെ ഫേമസ് ആയ മറ്റൊരു മത്സരമാണ് ബിസ്ക്കറ്റ് തീറ്റ. മുഖത്ത് ബിസ്ക്കറ്റ് വെച്ചുകൊണ്ട് അത് വായിലേക്ക് എടുക്കുന്നതാണ് ഗെയിം. ഈ ഗെയിമിലെ ഒരുമാതിരി എക്സ്പ്രഷനാണ് ഗെയിമിലെ മത്സരാർത്ഥികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കഥകളിയിലെ എല്ലാ ഭാഗങ്ങളും ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ കോമഡി നിറഞ്ഞൊരു ഗെയിമാണിത്. ഈ വർഷത്തെ വളരെ മനോഹരമായ ഒരു ഗെയിം. എന്തൊക്കെ എക്സ്പ്രഷനാണ് ഇവരിടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തിനാണ് ഇത്ര എക്സ്പ്രഷൻ ഇട്ടിട്ടാവുന്നത്? ഈ ചേട്ടനൊക്കെ എന്താണ് കാണിക്കുന്നത്? എക്സ്പ്രഷൻ്റെ അങ്ങേറ്റം.
അതുപോലെ ഈ ചേച്ചിയും എന്തൊക്കെയോ കഥകളി കാണിക്കുകയാണ്. അവസാനം ബിസ്ക്കറ്റ് കിട്ടാതെ വന്നപ്പോ അത് കയ്യിൽ എടുത്ത് കൊണ്ടുപോവുകയാണ്. വളരെ മനോഹരമായ ഒരു മത്സരമാണത്. ഫ്രൂട്ട്സ് എന്തെങ്കിലും ഐറ്റം തോളത്ത് വെച്ചുകൊണ്ട് അതൊരു മറ്റൊരാളുടെ തോളത്തേക്ക് പാർസൽ ചെയ്യാം. ഇതിന് കെട്ടിപ്പിടുത്ത മത്സരം എന്ന് പറയാം. വളരെ രസകരമായ ഒരു മത്സരം. കുറച്ച് ക്ഷമയുടെ അത്യാവശ്യം ഉണ്ട് കേട്ടോ ഈ ഗെയിമിന്. അല്ല, വേറൊരു ഐറ്റാണ് ബലൂൺ പൊട്ടിക്കല്. അത് പൊട്ടിക്കുന്നത് സ്വന്തം ഭർത്താവിന്റെ മടിയിൽ വെച്ചാണ്. അതാണ് ഈ ഗെയിമിന്റെ വളരെയധികം പ്രത്യേകത. പാവം ചേട്ടന്മാര് വളരെയധികം വിഷമിച്ചുകൊണ്ടാണ് ആ ബലൂൺ പൊട്ടിക്കാനായിട്ട് ഇരിക്കുന്നത്. വളരെ കോമഡി നിറഞ്ഞ ഒരു ഗെയിമല്ല. എന്തായാലും ഈ വർഷത്തെ ഗെയിമുകളിൽ വളരെ വ്യത്യസ്തത നിറഞ്ഞൊരു ഗെയിം. മറ്റൊരു ഗെയിമാണ് കടലാസ് വായി കൊണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് പാർസൽ ചെയ്ത് മറ്റൊരാൾക്ക്. ഇതിൽ പല എക്സ്പ്രഷൻ കാണാനുണ്ട്. ചിലര് കടലാസ് പകുതി പോലും എടുക്കാതെ പാർസൽ ചെയ്യുന്നു. നെക്സ്റ്റ് ഉള്ള ആള് അത് കിട്ടാതെ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്തൊരു കോമഡി ആയിട്ടാണ്. വല്ലാത്ത കോമഡി ആയി പോയിട്ടോ ഗെയിം. ചിരിച്ച് ചിരിച്ച് മണ്ണ് തപ്പും നമ്മളല്ല. ലാസ്റ്റ് ആൾക്കൊരു ചെറിയ പീസാണ് കിട്ടിയത്. അതുപോലെ വളരെ ഫേമസ് ആയ മറ്റൊരു ഗെയിം ഷർട്ട് ഇടിക്കല്. സ്വന്തം ഭർത്താവിനെ ഷർട്ട് ഇടിക്കല്. ഇതെന്തൊക്കെ പോലെ നമുക്ക് തോന്നുന്നു അല്ലേ? പക്ഷെ ഈ വർഷത്തെ ആ ടൈറ്റാണത് ഈ ഗെയിം, ഷർട്ട് ഇടിക്കൽ മത്സരം. അതുപോലെ ബൺതീറ്റ. കാലുമ നൂല് കെട്ടിട്ട് വായോണ്ട് ബണ്ണ് തിന്ന. എന്തൊക്കെയാണ് ചേച്ചിമാര് കാണിക്കുന്നത്? ബണ്ണ് കിട്ടാതെ നിന്ന് ചിരിച്ചോണ്ട്. എന്താണ് നിങ്ങൾ കോമഡി ആക്കണേ? ബണ്ണ് കടിച്ചില്ലേ? ബണ്ണാണ് കഴിക്കേണ്ടത്. വെറുതെ നിന്ന് ചിരിക്കുക. പണ്ടൊക്കെ സുന്ദരിക്ക് പൊട്ട് തൊടലായിരുന്നു. ഇപ്പൊ സുന്ദരിക്ക് കിസ് കൊടുക്കലായിട്ടുണ്ട് കേട്ടോ. നോക്ക്, കണ്ണ് പൊത്തിട്ട് ചുണ്ടിൽ ലിപ്റ്റിക് അടിച്ചിട്ട് ഹണി റോസിനെ പോയിട്ട് കിസ് ചെയ്യുന്നു. എന്തൊക്കെ കഥ! സീനാകെ മാറി. വേറെ ലെവലൈറ്റം. സുന്ദരിക്ക് കിസ് കൊടുക്കല്. സുന്ദരിക്ക് പൊട്ട് തൊടല് മാറി ഇപ്പൊ കിസ് കൊടുക്കലായി. പുതിയ കളിയാണ്. 2026 പുതുതായിട്ട് കണ്ടുപിടിച്ച കളിയാണിത്. ചേട്ടാ അളവൊക്കെ എടുത്തിട്ടാണ് കിസ് കൊടുക്കുന്നത്. നോക്ക്, വാവ്. പക്ഷെ ആളെ നെറ്റിയിലാണ് കൊടുത്തത് കേട്ടോ. ചേട്ടാ വളരെ പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കും. ഇതാ പുതിയൊരു കളി. ഇതെന്താണ്? നൂല് കെട്ടിയിട്ട് വായിലേക്ക് ബണ്ണ് ചാടിക്കാൻ തോന്നുന്നു. അത് ബിസ്ക്കറ്റോ? വായിലേക്ക് നൂല് കെട്ടി ചാടിക്കുന്നു. വളരെ ബുദ്ധിമുട്ടേറിയ മറ്റൊരു മത്സരം. എന്താണ് ആ കറുത്ത ഷർട്ടിട്ട ചേട്ടൻ കാണിക്കുന്നത്? എത്തുന്നില്ല വായിലേക്ക്. ആട്ടിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ. രസകരമായ മറ്റൊരു ഗെയിം. കാലിമ ബലൂൺ കെട്ടിയിട്ട് അത് പൊട്ടിക്കാം. കുറെ ചേച്ചിമാര് നിന്ന് കൊച്ചം കുത്തിയിട്ട് കാല് പൊടിക്കാനുള്ള പരിപാടിയാണ് കൊണ്ട് എല്ലാ ബലൂണും ചവിട്ടി ചവിട്ടി ചേച്ചി ആ മറ്റേ ചേച്ചിയുടെ കാലിമ ചവിട്ടുന്നു. രസകരമായ ഒരു ഗെയിം തന്നെയാണ് ബലൂണ് പൊട്ടിക്കുന്നത്. ഈ വർഷത്തെ മറ്റൊരു ഐറ്റം. പിന്നെ ഈ വർഷം ഒറ്റയ്ക്ക് ഫേമസ് ആയത് ഈ ചേട്ടനാണ്. നിന്നടുത്തൊന്നത് 10 പ്രാവശ്യം ഇറങ്ങിയിട്ട് വെള്ളം അവിടെ കൊണ്ടാക്കില്ലാന്നുകൊണ്ട് മത്സരം. ചേട്ടൻ 10 പ്രാവശ്യം നിന്ന് കറങ്ങുന്നുണ്ട്. ചേട്ടൻ കഥകളിയുടെ എല്ലാ സ്റ്റെപ്പും ഉണ്ട് കേട്ടോ. ഗ്ലാസ്സിൽ വെള്ളാക്കിയിട്ട് അതിൽ കൊണ്ടുവയ്ക്കുന്നു.
ഇതൊക്കെ എന്തെന്നുള്ള മട്ടിലാണ് ആ ചേട്ടൻ നമുക്ക് ഇറങ്ങണത്. ഇതൊക്കെ ഇവിടെ ഈസി എന്നാണ് ആൾ പറയുന്നത്. പിന്നെ ചേട്ടൻ കറങ്ങി ഒരു വിധായി നോണ്ട് എങ്ങനെയൊക്കെ പോണു. ഇവിടെ ബാലൻസ് ഒന്നും ഇല്ലാണ്ട് കെട്ടി വന്നത്. ഓണി ചേട്ടൻ തൂക്കിന്നുണ്ട് കേട്ടോ. വല്ലാത്ത ചിരി തന്നെ. ഉറിയടി അന്നത്തെ നമ്മുടെ ഉറിയടി ചേച്ചി ഉറിയടിക്ക് ഇപ്പൊ പൊളിക്കുന്നതാണ്. പൊട്ടിച്ച്